ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്സ് കൊണ്ടുള്ള 2 വിഭവമാണ്. ഒന്ന് ഓട്സിൻ്റെ ഒരു ഓംലേറ്റും പിന്നെ ഒരു സ്മൂത്തിയുമാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന 2 റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, സവോള, ക്യാരറ്റ്, ബീൻസ്, ചെറിയ പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ്, ക്യാപ്സിക്കം ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ടെല്ലാം എടുത്താൽ മതി. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നല്ലതുപോലെ ഫില്ലാവും. ഇതൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറച്ചും പരത്തണ്ട, ഒത്തിരി കട്ടിയോടുകൂടിയും ആക്കണ്ട. ഒത്തിരി കനം കുറച്ച് കഴിഞ്ഞ് ഇത് പൊട്ടിപ്പോകും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ആ ഓട്സ് ഒക്കെ ഒന്ന് വെന്ത് വരണം, അതുകൊണ്ടാണ് അടച്ചു വെച്ച് തന്നെ വേവിക്കുന്നത്. ഇതിലേക്ക് 1-2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോകത്തൊന്നുമില്ല, സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പച്ചക്കറിയൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. നമുക്കിനി മറ്റേ റെസിപ്പി കൂടി നോക്കാം. സ്മൂത്ത് തയ്യാറാക്കാൻ ലോ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ചേർത്തിട്ടില്ല. 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫാറ്റും എടുക്കാം. പിന്നെ ഇതിലേക്ക് റോൾഡ് ഓട്സ് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം ചിയാ സീഡ് കുതിർത്തിയതാണ്. ചിയാ സീഡിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ വയറിന് വളരെയധികം നല്ലതാണ്. പിന്നെ 3 ഈന്തപ്പഴം കുതിർത്തിയതാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ 1 പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചു കൊടുക്കണം. ചിയാ സീഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തണുപ്പിന് വേണ്ടി 2-3 ഐസ് ക്യൂബ് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചിയാ സീഡ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ വയറും ഫില്ലാകും. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്, താങ്ക് യു. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.